So blessed to share from God's word one more Sunday. ഈ ഞായറാഴ്ച കാലം ദൈവവചനം പങ്കിടാൻ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. Blessed by the worship time. ആരാധനക്രമയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. How many of you are blessed by the remnant series we are going through this നമ്മൾ season? കേട്ടുകൊണ്ടിരിക്കുന്ന ശേഷിപ്പിന്റെ ആ സീരീസ് നിങ്ങൾക്ക് എത്ര ഒരു അനുഗ്രഹമാണ്. I am also thoroughly blessed by whatever we've been hearing the last few weeks. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്നെയും ഒത്തിരി അനുഗ്രഹിച്ചിരിക്കുന്നു. Starting from Dr. John to all the pastors that shared the past few weeks. ഡോക്ടർ ജോൺ തൊട്ടും ബാക്കി എല്ലാ പാസ്റ്റേഴ്സും പങ്കിട്ട ദൈവവചനം. So can we do a revision? അതാണ് നമുക്കൊരു കാര്യം ഇപ്പം ചെയ്യാം. Do you remember the points that we covered last few weeks? ഈ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ശേഷിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അതൊന്ന് ഓർത്തെടുക്കാം. Even I didn't remember. I had to go through the YouTube thumbnails too. So I'm being very honest with all of you. ഞാൻ സത്യം പറയട്ടെ, എനിക്കും അത് ഓർത്തിരിക്കാൻ കഴിഞ്ഞില്ല. ഞാനും യൂട്യൂബിന്റെ തംബ്നെയിൽസിൽ നോക്കിയാണ് കണ്ടുപിടിച്ചത്. Let's go through it together. നമുക്ക് ഒരുമിച്ച് അതിൽ കൂടി ഒന്ന് കടന്നു So we പോകാം. heard that the remnant will pray, ശേഷിപ്പ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കണ്ടു. that the remnant will be faithful, അവർ വിശ്വസ്തരായിരിക്കും നമ്മൾ കണ്ടു. the remnant will live in repentance. അവർ മാനസാന്തരം ജീവിതശൈലിയാക്കി മാറ്റുന്നത് കണ്ടു. And last week we heard the remnant will fear the Lord. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേൾക്കുകയുണ്ടായി ശേഷിപ്പ് ദൈവത്തെ ഭയക്കും എന്ന്. Today I want to share another aspect of the remnant. ഇന്ന് ഞാൻ ആ ശേഷിപ്പിനെ കുറിച്ചുള്ള മറ്റു കാര്യമാണ് പങ്കിടാൻ പോകുന്നത്. Before we begin, let's pray. നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കാം. Father, we thank you for your presence here in this place. പിതാവേ, അങ്ങയുടെ ഇവിടുത്തെ സാന്നിധ്യത്തിനായി അങ്ങയുടെ നന്ദി പറയുന്നു. Thank you that, Father, you are here. അങ്ങ് ഇവിടെ ആയിരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു പിതാവ്. And when you come, Lord, you make all the difference. അങ്ങ് വരുമ്പോൾ അങ്ങ് എല്ലാത്തിലും ഒരു മാറ്റം വരുത്തും. And thank you, Lord, for calling us to be the remnant, O God. ശേഷിപ്പാകാനുള്ള അങ്ങയുടെ വിളിക്ക് അങ്ങ് നന്ദി പറയുന്നു. You are inviting each one of us into this remnant family, Lord. ആ ശേഷിപ്പിന്റെ കുടുംബത്തിലേക്ക് ഞങ്ങൾ ഏവരെയും ക്ഷണിക്കുന്നതിനായി നന്ദി. And I believe it's such a powerful word that has come in from the man of God this season. ഞാൻ വിശ്വസിക്കുന്നു ദൈവ മനുഷ്യൻ നമുക്ക് പങ്കിട്ട ശക്തമായ ഒരു വചനമാണ് ആ ശേഷിപ്പ് And എന്നുള്ളത്. I pray as a church we will arise, Lord. ഒരു സഭയായി ഞങ്ങൾ എഴുന്നേൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. Arise to live like the remnant, O God. ഒരു ശേഷിപ്പായിട്ട് ജീവിക്കാനായിട്ട് ഞങ്ങൾ ഉണർത്തണമേ. For that we humbly surrender ourselves, Lord. അതിനായിട്ട് ഞങ്ങൾ ഏവരും പൂർണ്ണമായി അങ്ങേക്ക് ഞങ്ങളെ We commit സമർപ്പിക്കുന്നു. today's word into your hands. ഇന്നത്തെ ദൈവവചനം തിരു കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. Holy Spirit, you lead and teach us. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളെ നയിച്ച് പഠിപ്പിക്കണം. In Jesus' precious name we pray. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. Amen. Hallelujah. So recently while I was attending a training session, ഈയിടെ ഞാനൊരു ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്തപ്പോൾ a pastor asked me, how many books are there in the Bible? ഒരു പാസ്റ്ററിനോട് ചോദിക്കുകയുണ്ടായി, ദൈവവചനത്തിൽ എത്ര പുസ്തകങ്ങളുണ്ടെന്ന്. What's the answer? എൻ്റെ ഉത്തരം എന്താണ്? I also said 66. ഞാനും 66 എന്നാണ് പറഞ്ഞത്. And he said a loud no. അദ്ദേഹം ഒച്ചത്തിൽ പറയണ്ടേ അല്ല എന്ന്. And in my mind I was thinking, is it blasphemy? എൻ്റെ മനസ്സിൽ വിചാരിക്കുന്നത് ഇത് ദൈവവചനത്തിന് വിരുദ്ധമായി സംസാരിക്കുകയാണ്. He told me there are 67 books in the Bible. അദ്ദേഹം എന്നോട് പറഞ്ഞത് ദൈവവചനത്തിൽ 67 പുസ്തകമാണ്. And like you all, I also looked at him surprised. നിങ്ങളെപ്പോലെ ഞാനും അന്തം വിട്ടാണ് അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരുന്നത്. He said the 67th book is your life. അദ്ദേഹം പറഞ്ഞത് 67ാമത്തെ പുസ്തകം നിങ്ങളുടെ ജീവിതമാണ്. Most people won't read the Bible, പലവരും ഒത്തിരി ആൾക്കാർ ചിലപ്പോൾ ദൈവവചനം വായിക്കില്ലായിരിക്കാം. but they'll read you and me. പക്ഷേ നിങ്ങളെയും എന്നെയും അവർ വായിക്കുന്നു. Many only get to read the 67th book. പലർക്കും ആ 67ാമത്തെ പുസ്തകം വായിക്കാൻ പറ്റുന്നത്. How they read the 67th will determine how they will want to read the other 66. അവർ 67ാമത്തെ പുസ്തകം എങ്ങനെ വായിക്കുന്നതനുസരിച്ചിരിക്കും ബാക്കി 66 വായിക്കണോ വേണ്ടെന്ന് അവർ തീരുമാനിക്കുന്നു. Even the ones who do have some idea of the other books will only be inspired to go deeper if the 67th book is deeper. It's inspiring, sorry. ആ 66 പുസ്തകങ്ങളിൽ കുറച്ച് അറിയാവുന്നവർ പോലും അതിൻ്റെ ആഴത്തിൽ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ 67ാമത്തെ ആ പുസ്തകം അവരെ ഇൻസ്പയർ ചെയ്യുന്നെങ്കിൽ മാത്രം. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. The gospel isn't just something we preach or keep as an identity. സുവിശേഷം എന്ന് പറയുന്നത് നമ്മൾ പ്രസംഗിക്കുന്നോ അല്ലെങ്കിൽ ഒരു വ്യക്തിത്വമായിട്ട് വെക്കുന്ന ഒരു കാര്യം മാത്രമല്ല, It's something we live. നമ്മൾ ജീവിക്കുന്നതാണ്. And I know we have heard this so many times, എനിക്കറിയാം നമ്മളിത് പലപ്പോഴും കേട്ടിട്ടുണ്ട്. but let's hear it again. എന്നാൽ നമ്മൾ ഒരിക്കൽ കൂടി അതൊന്ന് It's കേൾക്കാം. something we live. നമ്മൾ ജീവിത ശൈലിയാണ്. The way you speak, react, love, serve, forgive. നമ്മൾ ആൾക്കാരോട് സംസാരിക്കുന്നത്, ആൾക്കാരെ കാണുന്നത്, അവരോട് ക്ഷമ കൊടുക്കുന്നത്, People are watching. ഇതെല്ലാം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക. I want to emphasize today that in every stage of our life, people are watching.
നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തെയും ആൾക്കാർ വീക്ഷിച്ചുകൊണ്ടിരിക്കുക. And when I say this, I don't mean to scare you. ഞാനിത് നിങ്ങളെ ഭയപ്പെടുത്താനല്ല പറയുന്നത്. It's like that statutory warning we see, CCTVs are in operation, you are being watched. ഇത് പലപ്പോഴും നമ്മൾ കാണുന്ന വാണിംഗ് പോലാണ്. ഏതാ CCTVയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത്. Actually, when you see that, you adjust your clothes a little bit, right? പലപ്പോഴും ആ ക്യാമറ നമ്മൾ കാണുമ്പോൾ നമ്മൾ തുണിയൊക്കെ ഒന്ന് നേരെയാക്കും, കുട്ടപ്പനാവും. I think that reality helps us to live our lives better. എനിക്ക് തോന്നുന്നു ആ യാഥാർത്ഥ്യം നമ്മുടെ ജീവിതം നേരെ ചൊവ്വേ ജീവിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നു. Around 12 to 13 years ago, 12-13 വർഷം മുമ്പ് I was attending a volunteer team meeting in church. ഞാൻ സഭയിൽ ഒരു വോളണ്ടിയർ ടീം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. And while we were all gathered, one of the pastors told something very profound. ഞങ്ങൾ കൂടി ചേർന്നിരിക്കുമ്പോൾ തന്നെ ഒരു പാസ്റ്റർ ആഴമായ ഒരു കാര്യം പങ്കുവെക്കുകയുണ്ടായി. Looking at me and another person, she said that 2 younger boys are looking up to us. എന്നെയും മറ്റൊരു ആളെയും കൂടെ നോക്കിയിട്ട് പാസ്റ്റർ പറയുണ്ടായി, 2 പ്രായം കുറഞ്ഞ ആൾക്കാർ നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. It was the first time someone told me something like that. ആദ്യമായിട്ടാണ് ഒരാൾ എന്നെ അങ്ങനെ പറയുന്നത്. That 2 younger people are looking up to us. ആ പ്രായം കുറഞ്ഞവർ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. And I wasn't, 40 at that age, in that year. അപ്പോൾ ആ വർഷം എനിക്ക് 40 വയസ്സൊന്നും ഇല്ലായിരുന്നു. I was only 19 or 20. 19 വയസ്സോ 20 വയസ്സോ ഉള്ള. But even in that age, somebody told me that someone is looking up to us. എങ്കിലും ആ വയസ്സിൽ തന്നെ ഒരാൾ എന്നെ ഓർമ്മപ്പെടുത്തുണ്ടായി. That moment changed me. അപ്പം അത് എന്നെ മാറ്റുണ്ടായി. It reminded me, even when we are not trying, someone is watching. എന്നെ അത് ഓർമ്മപ്പെടുത്തിയത് നമ്മൾ ശ്രമിക്കാത്തപ്പോൾ പോലും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കും. Someone is learning from how we live. നമ്മുടെ ജീവിതശൈലിയിൽ നിന്ന് ആരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. That's why today I want to tell you that the remnant is called to be a role model. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ശേഷിപ്പിനെ വിളിച്ചിരിക്കുന്നത് ഒരു മാതൃകയായിട്ടാണ്. Hallelujah. Hallelujah. The remnant are called to be role models. ശേഷിപ്പിന്റെ വിളി മാതൃകകളാകാനാണ്. The remnant are not called to live isolated lives ഒറ്റയ്ക്ക് തനിപ്പെട്ട ജീവിതം ജീവിക്കാനല്ല അവരെ and വിളിച്ചിരിക്കുന്നത്. have a Christian exclusive group. തനിച്ചൊരു ക്രിസ്ത്യൻ കൂട്ടായ്മയിൽ മാത്രം ജീവിക്കാനല്ല. The remnant are called to live out what God has called us to live out. Amen. ദൈവം നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന ജീവിതശൈലിയുടെ വിളി ജീവിച്ചു തീർക്കാനാണ് ശേഷിപ്പിന്റെ വിളി. So what that pastor told, probably in passing, അപ്പം ആ പാസ്റ്റർ ചുമ്മാ അങ്ങനെ പറഞ്ഞ ഒരു കാര്യം I really believe that it awakened something in me. ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ഉള്ളിൽ ഒരു കാര്യത്തെ അത് I think ഉണർത്തി. even the reason that I'm standing here today is because that got awakened that day. ഒരു പക്ഷേ ഇന്ന് ഞാനിവിടെ നിൽക്കുന്ന പോലും അന്ന് എൻ്റെ ഉള്ളിൽ ദൈവം അത് ഉണർത്തിയത് So കൊണ്ട് I want to do the same today. ഇന്നും ഞാൻ അത് ചെയ്യാൻ I ആഗ്രഹിക്കുന്നു. want to awaken this idea. ഈ ഒരു ഐഡിയ നിങ്ങളുടെ ഉള്ളിൽ ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. Whatever stage you are in life, നിങ്ങൾ ജീവിതത്തിൽ എന്ത് ഘട്ടത്തിലാണെങ്കിലും, you might be young, college going, married, parents, elderly, whichever stage you are in, പ്രായം കുറഞ്ഞവരായിരിക്കാം, സ്കൂളിൽ പോകുന്ന പ്രായമായിരിക്കാം, മാതാപിതാക്കന്മാരായിരിക്കാം, I want to tell you, people are watching. നിങ്ങളെ ആൾക്കാർ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. Somebody is looking up to you. നിങ്ങളെ ആരെങ്കിലും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. Your life is either drawing people towards Jesus നിങ്ങളുടെ ജീവിതം ഒന്നേ ആൾക്കാരെ യേശുക്രിസ്തുവിലേക്ക് or ആകർഷിക്കുന്നു, pushing them further away. ഇല്ലെങ്കിൽ അവരെ അധികം ദൂരം പിന്നിത്തള്ളുന്നു. D.L. Moody said like this: D.L. മൂഡി ഇങ്ങനെ പറയുണ്ടായി, out of 100 men, 100 ആൾക്കാരിൽ one will read the Bible, ഒരാൾ ദൈവവചനം വായിക്കും, the other 99 will read the Christian. ബാക്കി 99 പേരും ക്രിസ്ത്യാനികളെയാണ് വായിക്കുന്നത്. Let me read that again. Out of 100 men, one will read the Bible, 100 ആൾക്കാരിൽ ഒരാൾ ദൈവവചനം വായിക്കും, the other 99 will read the Christian. എങ്കിൽ ബാക്കിയുള്ള 99 പേരും ക്രിസ്ത്യാനികളെയാണ് So വായിക്കുന്നത്. church, today I want to tell you, you are the 67th book. അതുകൊണ്ട് സഭയെ നിങ്ങളെ ഓർപ്പെടുത്തിട്ടെ, നിങ്ങളാണ് 67ാമത്തെ I പുസ്തകം. am that 67th book. ഞാനാണ് 67ാമത്തെ പുസ്തകം. At the risk of sounding blasphemous, I want to tell you that if ever a book God were to add, that book's name will be The Remnant. ഞാൻ ചിലപ്പം ആക്ഷേപം പറയുക എന്നൊരു റിസ്ക് എടുത്ത് തന്നെ ഇവിടെ നിന്ന് പറയട്ടെ, 67ാമത്തെ പുസ്തകം നമ്മുടെ ജീവിതമാകാമെങ്കിൽ നമ്മളായിരിക്കും ആ ശേഷി. And God is calling us to live out the 66 books. ആ 67 ബാക്കി പുസ്തകം ജീവിച്ചു തീർക്കാനാണ് നമ്മുടെ മേൽ. Amen. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Everybody is excited. Hallelujah. Amen. So past few weeks we've been studying. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ പഠിച്ചു വരുന്നത്, God always has a people within the people. ആൾക്കൂട്ടത്തിന്റെ മധ്യേ ദൈവത്തിന് തൻ്റെതായ ഒരു കൂട്ടമുണ്ട്. A faithful few who represents him rightly. വിശ്വസ്തരായ ചിലവര് അദ്ദേഹത്തെ വിശ്വസ്തയോടെ പ്രതിനിധീകരിക്കുന്നു. And they are called the remnant.
അവരെയാണ് ശേഷിപ്പ് എന്ന് വിളിക്കുന്നത്. But I want to tell you, the remnant aren't just hiding out, waiting to go to heaven. ഈ ശേഷിപ്പ് എവിടെയെങ്കിലും മറഞ്ഞിരുന്ന് ഒരു ദിവസം സ്വർഗത്തിൽ പോകാനായി കാത്തിരിക്കുന്നവരല്ല. They are God's display window here on earth. അവര് ദൈവത്തെ കാണിക്കുന്നവരാണ് ഈ ഭൂമിയിൽ. Showcasing what a holy, faithful life looks like. ഒരു പരിശുദ്ധമായ ദൈവഭക്തിയുടെ ജീവിതം എന്താണെന്ന് അവർ കാണിക്കുകയാണ്. To the fallen world. അതും വീണിരിക്കുന്ന ഒരു So ലോകം. wherever you have been placed, dear church, I want to remind you, God is using you to showcase. ദൈവം നിങ്ങളെ എവിടെ വെച്ചാലും സഭയെ നിങ്ങളെ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം നിങ്ങളെ കാണിച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. So today, if we are the remnant, ഇന്ന് നമ്മളാണ് ആ ശേഷിപ്പ്. then our lives must model a lifestyle that's so radiant that it draws people to the light of the gospel. എങ്കിൽ നമ്മുടെ ജീവിതം ഇത്രയധികം ദൈവത്തെ പ്രതികരിക്കണം, അത് കണ്ട് ആൾക്കാർ അതിലേക്ക് ആകർഷിക്കപ്പെടണം. Like we read in Matthew 5 verse 16. മത്തായിന്റെ 5:16 വായിക്കുന്ന പോലെ, Your light must shine before people in such a way that they may see your good works and glorify your Father who's in heaven. നമുക്ക് മലയാളത്തിൽ ഇങ്ങനെ വായിക്കാം. അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തുന്നതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. Hallelujah. Hallelujah. Let your light shine. നിങ്ങളുടെ വെളിച്ചം Let your light shine. നിങ്ങളുടെ വെളിച്ചം പ്രകാശപ്പെടട്ടെ. What if your life is the only gospel someone gets to read? ഒരു പക്ഷേ ഒരാൾക്ക് വായിക്കാൻ പറ്റുന്ന ഏക സുവിശേഷം നിങ്ങളുടെ ജീവിതമാണെങ്കിലും, What if the way you respond at home, at work, or on social media is either inspiring someone to follow Jesus or justifying their decision to walk away from him? നിങ്ങളുടെ ജോലി സ്ഥലത്തോ വീട്ടിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ നിങ്ങളുടെ ജീവിത ശൈലി ഒരാളെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നെങ്കിലോ അല്ലെങ്കിൽ ക്രിസ്തുവിൽ നിന്ന് അവരെ അകറ്റുന്നെങ്കിലോ, Isn't it something to think about? അത് ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ? Amen. Amen. I believe all of us are called to be raised up. ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്, To be raised up and to raise others. നമ്മളെ വിളിച്ചിരിക്കുന്നത് ആൾക്കാരെ ഉയർത്താനും നമ്മളെ ആരോ ഉയർത്തിയിട്ടാണ് നമ്മൾ അങ്ങനെ വിളിച്ചിരിക്കുന്നത്. And at every stage in life, we need to be mentored by our seniors. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നമ്മളുടെ നേതാക്കന്മാർ നമ്മളെ ഉയർപ്പിക്കണം. At the same time, we should mentor our juniors. നമ്മളും മറ്റിടത്ത് ശിഷ്യന്മാരെ ഉയർത്തി. It's like a generational relay race. അത് തലമുറകളായിട്ട് നിലനിൽക്കുന്ന ഒരു റിലേ റേസ് പോലെ. We need people to look up to. നമ്മൾ എടുത്തു നോക്കാൻ ആൾക്കാർ വേണം. And we need to be people who can be looked up to. മാതൃകളാകുന്ന ജീവിതം നമുക്കും ഉണ്ടായിരിക്കണം. But I want to remind you that we don't wait to be perfect. എന്നാൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, തികയാൻ ആയിട്ട് നമുക്ക് കാത്തു നിൽക്കേണ്ട ആവശ്യം. But in the pursuit of being the remnant, ആ ശേഷിപ്പാകാനുള്ള ഓട്ടത്തിൽ we need to live in such a way that we can be a shining example. നമ്മളുടെ ജീവിതം തന്നെ തിളങ്ങുന്ന ഒരു മാതൃകയാണ്. God is calling us to keep it real. ദൈവം നമ്മളെ വിളിക്കുന്നത് യഥാർത്ഥരായിരിക്കാനാണ്. Amen. Amen. If you look in Jesus' time, യേശുക്രിസ്തുവിന്റെ കാലത്തേക്ക് നമുക്ക് നോക്കാം. young men didn't just learn from scripture from a rabbi. ചെറുപ്പക്കാര് ദൈവവചനം റബ്ബായിൽ നിന്ന് മാത്രമല്ല പഠിച്ചേ, They followed the rabbi everywhere. അവരാ റബ്ബായെ പിന്തുടർന്നു എല്ലായിടത്തും. Learn how he prayed, ate, walked and spoke. അവരുടെ ഭക്തിയുടെ ജീവിതശൈലി എങ്ങനെ കഴിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു എന്ന് കണ്ടുപഠിച്ചു. The goal was not just to know what the rabbi knew, ആ റബ്ബായിക്ക് എന്ത് അറിയാമെന്ന് പഠിക്കാൻ മാത്രമല്ലായിരുന്നു, but to become who the rabbi was. ആ റബ്ബായി ആരാണോ അങ്ങനെ മാറാനായിരുന്നു. Amen. Amen. If you look at the Greek word of the word disciple, ഡിസൈപ്പിൾ എന്ന വാക്കിന്റെ ഗ്രീക്ക് പദവി ഇങ്ങനെയാണ് the പറയുന്നത്. word is matheatis, മത്തയാറ്റിസ് എന്നത് പറയുന്നത്. and it means learner and also imitator. അതിന്റെ ഒരർത്ഥം പഠിക്കുന്നവൻ അല്ലെങ്കിൽ ഒരാളെ പോലെ ആകുന്നവൻ എന്നാണ്. So to disciple someone biblically is to model a lifestyle that can be followed. അപ്പം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ശിഷ്യൻ ആകുക എന്ന് വെച്ചാൽ ഒരാളെ പിന്തുടരുക എന്നാണ്. So I believe the Lord is calling the remnant to showcase what God wants us to do through the church. അപ്പം ഞാൻ വിശ്വസിക്കുന്നു ആ ശേഷിപ്പിന്റെ വിളി ദൈവം സഭയെ കൊണ്ട് എന്ത് ചെയ്തു തീർക്കാൻ ഉദ്ദേശിക്കുന്നോ അതിനെ പ്രതിച്ഛായിക്കുകയാണ്. Otherwise the church will never inspire. ഇല്ലെങ്കിൽ സഭ ഒരാളെ ഇൻസ്പയർ ചെയ്യാൻ കഴിയില്ല. If we don't live out what we preach, we can never inspire. നമ്മൾ പ്രസംഗിക്കുന്നത് ജീവിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഒരാൾക്കും പ്രചോദനം Isn't കൊടുക്കാൻ that true? പറ്റില്ല. When that doesn't connect, haven't you felt a discord?
ഒരാളുടെ പ്രസംഗം ജീവിതത്തിൽ കണ്ടില്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു കണക്ട് ഇല്ലാതെ തോന്നിയിട്ടില്ലേ പലപ്പോഴും? So I want to tell you a few things about why the remnant should be role models. അതുകൊണ്ട് ഈ ശേഷിപ്പ് എന്തിന് മാതൃകയാകണം എന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ. Firstly, just like we read in Matthew 5:16, your light must shine before people. മത്തായി 5:16 നമ്മൾ വായിച്ച പോലെ നമ്മുടെ ജീവിതം ആൾക്കാരുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കണം. The Lord is calling us to reflect God's character. ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ പ്രതിച്ഛായ കാണിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. So think about all the spheres of influence God has placed you in. അപ്പം ദൈവം നിങ്ങളെ വെച്ചിരിക്കുന്ന അധികാര പരിമിതികളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. God is calling you to reflect God's character there. അവിടെ എവിടെയും ദൈവ സ്വഭാവത്തിന്റെ പ്രതിച്ഛായ നിൽക്കാനാണ് നിങ്ങളുടെ പേരുള്ള വിളി. Whether it's your workplace, your college, or even your home. നിങ്ങളുടെ കോളേജ് ആയിരിക്കാം, ജോലി ചെയ്യുന്ന സ്ഥാപനമായിരിക്കാം, അല്ലെങ്കിൽ ഭവനത്തിൽ കൂടിയായിരിക്കാം. Shine so that others will glorify the Father. നിങ്ങൾ തിളങ്ങുക, കാരണം ആ തെളിച്ചത്തിൽ പിതാവിന്റെ നാമത്തിന് That's what മഹത്വം. we read in that scripture. അതാണ് നമ്മൾ ആ ദൈവവചനത്തിൽ In വായിക്കുന്നത്. such a way that they may see your good works and glorify your Father who's in heaven. നമ്മൾ വായിക്കുന്നത് നമ്മുടെ നല്ല പ്രവൃത്തി കണ്ട് സ്വർഗത്തിലിരിക്കുന്ന പിതാവിന്റെ നാമം അവരെ മഹത്വപ്പെടണം. So hallelujah. Firstly, we are called to reflect God's character. അപ്പം ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ പ്രതിച്ഛായയായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. Secondly, we are called to engage a watching world. നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിനെ ജീവിക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. Like I said earlier, believe it or not, people are watching. നമ്മൾ വിശ്വസിക്കുന്നിലും ഇല്ലെങ്കിലും നമ്മളെ ആൾക്കാർ വീക്ഷിച്ചുകൊണ്ട്, Whether there are cameras or not, ക്യാമറ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും people are watching. ആൾക്കാർ നമ്മളെ കണ്ടുകൊണ്ടിരിക്കും. Hallelujah. ഹല്ലേലൂയ. In 1 Peter 2:12 it says, 1 പത്രോസ് 2:12 പറയുന്നു, be careful to live properly among your unbelieving neighbors. Then even if they accuse you of doing wrong, they will see your honorable behavior and they will give honor to God when he judges the world. നമുക്കത് മലയാളത്തിൽ ഒന്ന് വായിക്കാം. ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് ക്രിസ്തു തിരികെ വരുന്ന നാളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ പെരുമാറ്റം നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. Hallelujah. Be careful to live properly, it says. അതുകൊണ്ട് സൂക്ഷിച്ച് ജീവിക്കുക. We have read this quote many times. Preach the gospel at all times, when necessary, use words. നമ്മൾ പലപ്പോഴും കേട്ടുള്ളൊരു കാര്യമാണ്, സുവിശേഷം എപ്പോഴും പ്രസംഗിക്കുക, ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാക്കുകൾ അതിന് That ഉപയോഗിക്കുക. doesn't mean don't use words, അതിന്റെ അർത്ഥം വാക്കുകൾ ഉപയോഗിക്കേണ്ട എന്നല്ല, but your life itself should be the gospel that's being preached. വാക്കിനേക്കാൾ ഉച്ചത്തിൽ നമ്മുടെ And when you ജീവിതമാണ് have to speak, പ്രസംഗിക്കേണ്ടത്. you speak. നിങ്ങൾക്ക് സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കുക. But if what you speak and what you live doesn't connect, പക്ഷെ നമ്മൾ സംസാരിക്കുന്നതും ജീവിക്കുന്നതും തമ്മിൽ ഒരു കണക്ട് ഇല്ലെങ്കിൽ then our Lord's name is brought down, I believe. നമ്മുടെ ദൈവത്തിന്റെ നാമമാണ് അവിടെ താഴ്ന്നത്. Our profession of faith may be with our mouth, നമ്മൾ പ്രസംഗിക്കുന്നത് വിശ്വാസം വായാലായിരിക്കാം, but the proof of our faith will be with our lives. പക്ഷെ നമ്മുടെ വിശ്വാസത്തിന്റെ അടയാളം നമ്മുടെ ജീവിതത്തിലാണ്. Amen. Amen. So we are called to engage a watching world. അതുകൊണ്ട് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ ജീവിക്കാനാണ് നമ്മൾ God is വിളിച്ചിരിക്കുന്നത്. not calling us to be idle. നമ്മൾ ചുമ്മാ ഒന്നും ചെയ്യാതെ ഒരിടത്ത് ഇരിക്കാനല്ല When വിളിച്ചിരിക്കുന്നത്. the car is on idle, it doesn't go anywhere. വണ്ടി ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ അതിൽ എങ്ങോട്ട് പോകാൻ പറ്റില്ല. Fuel is wasted. നമ്മുടെ പെട്രോൾ ചുമ്മാ. The Lord is calling us to engage. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന അവരുമായിട്ട് ഇടപെടാനാണ്. Amen. ആമേൻ. Thirdly, why are we called to be the role models? മൂന്നാമത് നമ്മൾ എന്തിനാണ് മാതൃകളായിട്ട് വിളിച്ചിരിക്കുന്നത്? We are called to awaken a generation. ഒരു തലമുറയെ ഉണർത്താനാണ്. Just like that leader did for me, ആ നേതാവ് അന്ന് എനിക്ക് I ചെയ്തതുപോലെ believe each one of us are called to awaken the next generation. ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ഏവരെയും വിളിച്ചിരിക്കുന്ന അടുത്ത തലമുറയെ And you don't ഉണർത്താൻ. have to be a youth leader or pastor to do all of that. അത് ചെയ്യാൻ നമുക്കൊരു യൂത്ത് ലീഡറോ പാസ്റ്ററോ ആവണമെന്ന് നിർബന്ധമില്ല. But wherever you are placed, God is calling you to awaken. നമ്മളെ എവിടെ ദൈവം വെച്ചിരിക്കുന്നോ അവിടെ ഒരു തലമുറ ഉണർത്താനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. 2 Timothy chapter 2 verse 2 we read, 2 തിമോത്തി 2:2 നമ്മളിങ്ങനെ the വായിക്കും. things which you have heard from me in the presence of many witnesses, entrust these to faithful men who will be able to teach others also. നമുക്ക് മലയാളത്തിൽ ഒന്ന് വായിക്കാം. നീ പല സാക്ഷികളുടെ മുൻപാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഫലമേൽപ്പിക്കുക. Hallelujah. ഹല്ലേലൂയ. We are called to pass along what God is teaching us. ദൈവം നമുക്ക് പഠിപ്പിക്കുന്ന കാര്യം മറ്റുള്ളവർക്ക് പകരാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. And I'm so glad in our church we have so many things put in place where God is training all of us to
train others. എനിക്ക് വളരെ സന്തോഷമുണ്ട് നമ്മുടെ സഭയിൽ പഠിപ്പിക്കുന്നത് ബാക്കിയുള്ളവർക്ക് പഠിച്ചു കൊടുത്ത് ശിഷ്യത്വത്തിൽ വളർത്താനുള്ള ഒരു പ്രോസസ്സ് ഉള്ളതിന്. Some of you already know that our 1, 2, 3 discipleship course model functions like that. നിങ്ങൾക്ക് പലർക്കും അറിയാം നമ്മുടെ 1, 2, 3 ഡിസൈപ്പിൾഷിപ്പിന്റെ കോഴ്സിന്റെ മോഡൽ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. Where one discipler disciples 2 or 3 people. ഒരു ഡിസൈപ്പിള് 2 or 3 ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു. And in the next batch, this disciple will be equipped to be the next discipler. അതിന്റെ അടുത്ത ബാച്ചിൽ ഈ ശിഷ്യന്മാരാണ് അടുത്ത ആൾക്കാരെ ശിഷ്യന്മാരാക്കാൻ തയ്യാറാക്കുന്നത്. Can I have a show of hands of how many disciple turned disciplers in the house? ഇവിടെ എത്ര ശിഷ്യന്മാരായി തുടങ്ങിയ ഡിസൈപ്പിളേഴ്സ് ഉണ്ടെന്ന് കൈ ഒന്ന് പൊക്കാം. See, amen. Praise God for you all. Praise God. And I'm praising God for the 1, 2, 3 discipleship program. 1, 2, 3 ഡിസൈപ്പിൾഷിപ്പ് പ്രോഗ്രാമിൽ ഞാൻ ദൈവത്തിനെ What സ്തുതിക്കുന്നു. you're doing there is you're awakening. നിങ്ങൾ എന്തുവാ ചെയ്യുന്നത് വെച്ചാൽ ഒരു തലമുറയെ ഉണർത്തുകയാണ്. You might not have a bachelor or master's in theology, നിങ്ങൾക്ക് തിയോളജിയിൽ ഒരു മാസ്റ്റേഴ്സോ ബാച്ചിലർ ഡിഗ്രി ഒന്നും ഇല്ലായിരിക്കാം. but you're passing along what you have. നിങ്ങൾക്കുള്ളത് നിങ്ങൾ കൈമാറി കൊടുക്കുകയാണ്. So I believe the remnant is called to awaken a generation. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ശേഷിപ്പിന്റെ വിളി ഉള്ള അടുത്ത തലമുറയെ ഉണർത്താൻ വേണ്ടിയാണ്. Leonard Ravenhill said like this: ലെണാർഡ് റാവൻഹിൽ ഇങ്ങനെ പറയുണ്ടായി, you never have to advertise a fire. തീയെ നമുക്ക് ഒരിക്കലും അഡ്വർടൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. Everyone comes running when there's something burning. എന്തെങ്കിലും കത്തുമ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി വരും. If your church is on fire, people will come to watch it burn. നിങ്ങളുടെ സഭ തീയിലാണ് എരിയുന്നെങ്കിൽ അത് കത്തി എരിയുന്ന കാണാൻ ആൾക്കാർ അങ്ങോട്ടേക്ക് Let ഓടി me വരും. add my line: if your life is on fire, people will want to come and learn. ഞാൻ എൻ്റെ പക്ഷത്തു നിന്ന് ഒരു കാര്യം അതിലേക്ക് ചേർത്തോട്ടെ, നിങ്ങളുടെ ജീവിതം തീയിൽ കത്തുവാണെങ്കിൽ ആ തീ കാണാനായിട്ട് ഒത്തിരി പേര് ഓടി വരും. And the Lord is calling each one of us for that actually. ദൈവം നമ്മളെ ഏവരെയും വിളിക്കുന്ന അതിനായിട്ടാണ്. It's not just for a select few. അത് തിരഞ്ഞെടുക്കുന്ന ചിലർക്ക് മാത്രമല്ല, And those who decide to do that becomes the remnant. അത് ഇങ്ങനെ ചെയ്യാൻ തീരുമാനിക്കുന്നവരാണ് ദൈവത്തിന്റെ ശേഷിപ്പായി. Hallelujah. ഹല്ലേലൂയ. We are called to awaken a generation, dear church. നമ്മളെ വിളിച്ചിരിക്കുന്ന ഒരു തലമുറ ഉണർത്താൻ വേണ്ടിയാണ്. Finally, why the remnant should be role models? The final point is love with action. അവസാനമായിട്ട് എന്തിനാണ് ശേഷിപ്പ് മാതൃകയാണ്ടെന്ന് വെച്ചാൽ പ്രവർത്തിച്ച് സ്നേഹിക്കുക. We read in 1 John chapter 3 verse 18. 1 യോഹന്നാൻ 3:18 നമ്മൾ വായിക്കാറുണ്ട്, Little children, let's not love with word or with tongue, but in deed and truth. നമുക്കത് മലയാളത്തിൽ ഇങ്ങനെ വായിക്കാം. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലോ നാവിനാലോ അല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. The world needs, the people around us needs to see God's love in action. നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിലെ ആൾക്കാർക്ക് ആവശ്യമാണ് സ്നേഹം പ്രവൃത്തിയിൽ കാണാൻ. Amen. ആമേൻ. Do you believe that? നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? Such a hopeless situations around us, but God's love can come in and change it. നമ്മുടെ ചുറ്റുമട്ടും പ്രത്യാശയില്ലാത്ത എത്രയോ സാഹചര്യമാണ് നമ്മൾ കാണുന്നത്, പക്ഷേ ദൈവത്തിന്റെ സ്നേഹത്തിന് വന്ന് അവിടെ ഒരു മാറ്റം സൃഷ്ടിക്കാൻ And He കഴിയും. wants a remnant to rise up. ദൈവം ഉദ്ദേശിക്കുന്നത് തൻ്റെ ശേഷിപ്പ് ഇതിനായിട്ട് ഉണരുന്നതാണ്. And it doesn't mean it's just, just compromise. അതിൻ്റെ അർത്ഥം കാര്യങ്ങളിൽ ചുമ്മാ കോംപ്രമൈസ് ചെയ്യാമെന്ന് മാത്രമല്ല, But the remnant will live in truth and love. അവർ സത്യത്തിലും സ്നേഹത്തിലും ജീവിക്കും. And firm love rooted in righteousness. അതും നീതിയിൽ വേരുറച്ച സ്നേഹം. Let's look at another scripture, Romans 12 verse 9. റോമ 12:9 മറ്റൊരു വാക്യം നമ്മളത് ഇങ്ങനെ വായിക്കാം. It says, let love be genuine, abhor what is evil, hold fast to what is good. നമുക്ക് മലയാളത്തിലൊന്ന് വായിക്കാം. സ്നേഹം കപടമില്ലാത്തതായിരിക്കട്ടെ, തിന്മയായതിനെ വെറുത്ത് നല്ലതിനെ മുറുകെ പിടിക്കുവിൻ. Amen. So God is calling the remnant to rise up and showcase God's love in action. അപ്പം ദൈവം തൻ്റെ ശേഷിപ്പിനെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹം പ്രവൃത്തിയിൽ കൂടി കാണിക്കാനാണ്. One of the most powerful and recognizable traits of the remnant is a lifestyle of visible, sacrificial, Jesus-like love. ശേഷിപ്പിൻ്റെ ഏറ്റവും അധികം ആൾക്കാർക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ പോലെ ത്യാഗമേറിയ സ്നേഹത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. Hallelujah. ഹല്ലേലൂയ. The world needs it. അത് ലോകത്തിന് ആവശ്യമാണ്. Amen. And the Lord wants us to go and operate on His behalf. ദൈവം ആഗ്രഹിക്കുന്ന നമ്മൾ പോയി തനിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നാണ്. So for those who have been taking notes, അതുകൊണ്ട് നോട്ട്സ് എഴുതിയിട്ടിരുന്നവർക്ക് വേണ്ടി, I don't know whether you saw a pattern. നിങ്ങൾ അതിലൊരു പാറ്റേൺ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. These 4 points, the first letter will come up to an acronym REAL. ഇത് ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ ഓരോ പോയിന്റ്സിന്റെയും ആദ്യത്തെ അക്ഷരം എടുത്തു നോക്കിയാൽ റിയൽ എന്ന വാക്കിലേക്കാണ് വന്ന് ചേരുന്നത്. Reflect God's character.
ദൈവത്തിൻ്റെ സ്വഭാവത്തെ പ്രതിച്ഛായ പ്രതിഫലിക്കുക, engage a watching world, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിന് പ്രവർത്തിക്കുക, awaken a generation, അടുത്ത തലമുറയെ എഴുന്നേൽപ്പിക്കുക, and love with action. പ്രവർത്തിച്ച് സ്നേഹിക്കുക. Easy to remember? ഇത് ഓർത്തിരിക്കാൻ എളുപ്പമാണോ? Because I believe God is calling us to keep it real. കാരണം ഞാൻ വിശ്വസിക്കുന്ന ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന യഥാർത്ഥ ആകാനാണ്. Amen. Amen. Craig Rochelle said like this: people would rather follow a leader who's always real than one who's always right. ക്രെഗ് ഗ്രോഷേൽ എന്ന് പറഞ്ഞ ആൾ ഇങ്ങനെ പറയുകയുണ്ടായി, ആൾക്കാർ പലപ്പോഴും ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സത്യമായിട്ടിരിക്കുന്ന ഒരു നേതാവിനെയാണ്, ഒരു നല്ല നേതാവിനേക്കാൾ. Amen. So now that we've explored and what it means to, why we should be role models, അപ്പം നമ്മൾ എന്തുകൊണ്ട് ഒരു മാതൃകയാണ് നമ്മൾ കണ്ടതുകൊണ്ട് I want to share a few thoughts on how to practically live it out. അത് എങ്ങനെ പ്രാക്ടിക്കലായിട്ട് ജീവിക്കാം എന്നുള്ള ചില കാര്യങ്ങളെ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. So going back to that scripture, Matthew 5 verse 16. തിരിച്ച് ആ മത്തായി 5:16 നമ്മൾ വായിക്കുന്നത് Your പോലെ light must shine before men. അത് നമുക്ക് മലയാളത്തിൽ ഒന്ന് വായിക്കാം. അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. Hallelujah. It says your light must shine. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശപ്പെട്ടു എന്ന് പറയുന്നു. So I want to give you another acronym. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ഷോർട്ട് ഫോം റിയൽ കേട്ടതുപോലെ, I think today is the day of acronyms. എനിക്ക് ഇന്ന് ആക്രമണങ്ങളുടെ ദിവസമാണ്. So if real is the why, റിയൽ എന്തുകൊണ്ടാണ് നമ്മൾ ഒരു മാതൃകയായിട്ട് ജീവിക്കേണ്ടതെന്നാണെങ്കിൽ, then shine is the how. പിന്നെ അത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ആക്രോണമാണ് ഷൈൻ. Okay, before we go there, let's look at the scripture. Zephaniah chapter 3 verse 12 to 13. അതിൽ പോകുന്നതിന് മുമ്പ് സെഫനയ 3:12 നമുക്കൊന്ന് വായിക്കാം. But I will leave among you a humble and lowly people, and they will take refuge in the name of the Lord. The remnant of Israel will do no wrong and tell no lies, nor will a deceitful tongue be found in their mouths, for they will feed and lie down with no one to frighten them. നമുക്ക് സെഫനയ 3:12-13 മലയാളത്തിലൊന്ന് വായിക്കാം. ഞാൻ നിന്റെ നടുവിൽ താഴ്മയും ദാരിദ്ര്യവുമുള്ളൊരു ജനത്തെ ശേഷിപ്പിക്കും. അവർ യഹോവയുടെ നാമത്തിൽ ശരണം പ്രാപിക്കും. ഇസ്രായേലിൽ ശേഷിപ്പുള്ളവർ നീതികേട് പ്രവർത്തിക്കയില്ല, ഭോഷ്ക് പറയുകയുമില്ല, ചതിവുള്ള നാവ് അവരുടെ വായിൽ ഉണ്ടാകുകയില്ല. അവർ മേഞ്ഞുകിടക്കും, ആരും അവരെ ഭയപ്പെടുത്തുകയുമില്ല. Amen. So God is giving us a prophetic glimpse in this portion. ഈ വചനത്തിൽ കൂടി ദൈവം നമുക്ക് ഒരു ദീർഘദർശനമായ ഒരു കാഴ്ചയാണ് കാണാൻ Of what the സാധിക്കുന്നത്. remnant will look like. തന്റെ ശേഷിപ്പ് എങ്ങനാവും നമുക്ക് ഇതിൽ കാണാൻ കഴിയും. We read here that they are called to be humble, truthful, fearless and pure. അവർ താഴ്മയിലിരിക്കണം, സത്യമുള്ളവരായിട്ടിരിക്കണം, ദൈവഭക്തിയിൽ വേരുറച്ചവരായിട്ടിരിക്കണം. So it's not just a calling, it's a lifestyle. അപ്പോൾ അതൊരു വിളി മാത്രമല്ല, അതൊരു ജീവിത ശൈലിയാണ്. So what I'm going to share is about how to live this out in our real life. ഇത് നമുക്ക് എങ്ങനെ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ജീവിക്കാമെന്ന് ഞാൻ നിങ്ങളോടൊന്ന് So here പങ്കുവെക്കട്ടെ. are 5 practical ways to shine as God's remnant. ദൈവത്തിന്റെ ശേഷിപ്പായിട്ട് ഷൈൻ ചെയ്യാൻ 5 പ്രാക്ടിക്കലായ രീതികൾ ഇവയാണ്. The S stands for stay connected to the source. യെസ് എന്ന് പറയുന്നത് സ്രോതസ്സിലേക്ക് എപ്പോഴും യോജിച്ചിരിക്കുക. Can you repeat that after me? Stay connected to the source. സ്രോതസ്സിലേക്ക് എപ്പോഴും യോജിച്ചിരിക്കുക. You cannot be a model of Christ without being connected to Christ. ക്രിസ്തുവിന്റെ പ്രതിച്ഛായ ആകുന്നത് ക്രിസ്തുവിൽ യോജിച്ചിരിക്കാതെ സാധ്യമല്ല. You can only reflect what you behold. നമ്മളെ പ്രതിഫലിക്കുന്നത് നമ്മളുടെ മേലിലേക്ക് എന്ത് അടിക്കുന്നോ തെളിയുന്നോ അത് മാത്രമാണ്. So role modeling as the remnant is not just imitation out of effort, but it is overflow from intimacy. അപ്പം ക്രിസ്തുവിൻ്റെ മാതൃക ആവുക എന്ന് പറയുന്നത് നമ്മൾ ചില കയ്യാലോ കാലാലോ പ്രവർത്തികൾ ചെയ്യുന്ന മാത്രമല്ല, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് വരുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നും പ്രതിഫലിക്കുന്നതാണ്. We read in 1 Corinthians chapter 11 verse 1. 1 കൊരിന്ത്യൻ്റെ 11:1 നമ്മൾ വായിക്കുന്നു. Be imitators of me just as I also am of Christ. അത് നമുക്ക് മലയാളത്തിൽ ഇങ്ങനെ ഒന്ന് വായിക്കാം. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവിൻ. So Paul is modeling this principle that he could only lead others because he was following Christ closely. പൗലോസ് പറയുന്നത് ആൾക്കാരെ മുന്നിലേ നിന്ന് നയിക്കാൻ എനിക്ക് സാധിച്ചത് ഞാൻ ക്രിസ്തുവിനെ പിന്തുടർന്നുകൊണ്ടാണ്. Let's look at another portion in John chapter 15 verse 4 and 5. യോഹന്നാൻ 15:4-5 നമുക്ക് മറ്റൊരു ഭാഗത്തിൽ അത് വായിക്കാം. You can read it in Malayalam. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും.
കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. Amen. You can't be a faithful model of Jesus if you're not connected to him. ക്രിസ്തുവിൽ വസിക്കാതെ നമുക്ക് ക്രിസ്തുവിന്റെ വിശ്വസ്തയായ ഒരു മാതൃക ആകാൻ സാധ്യമല്ല. And we as the remnant, we are not self-made, we are God-made. ശേഷിപ്പായ നമ്മൾ സ്വയം അങ്ങനെ ആയതല്ല, ദൈവമാണ് നമ്മൾ അങ്ങനെ ആക്കിയത്. So staying connected to the source means more abiding in Jesus daily through prayer. അപ്പം സ്രോതസ്സുമായിട്ട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് ക്രിസ്തുവുമായിട്ട് ചേർന്ന് നിൽക്കുക എന്ന പ്രാർത്ഥനയോടെ, Through worship, word and surrender. ആരാധനയിൽ, ദൈവവചനത്തിൽ നമ്മളെ തന്നെ താഴ്ത്തിക്കൊടുത്ത്. We as a remnant cannot be the light of the world if we are not plugged into the power source. നമ്മൾ ആ ശക്തിയുടെ സ്രോതസ്സിലേക്ക് പ്ലഗ് ഇൻ ആകാതെ നമുക്ക് ഈ ലോകത്തിന് വേണ്ടി ജീവിക്കാൻ സാധ്യമല്ല. Hallelujah. ഹല്ലേലൂയ. So as a remnant, we are called to stay connected to the source. അതുകൊണ്ട് ഒരു ശേഷിപ്പായി നമ്മുടെ വിളി നമ്മുടെ സ്രോതസ്സായി ക്രിസ്തുവിലേക്ക് എന്നും യോജിച്ച് ഇരിക്കുക എന്നുള്ളതാണ്. Next, the H stands for hold to holiness. ആ എച്ച് എന്ന് പറയുന്നത് പരിശുദ്ധരാകാൻ വേണ്ടി പിടിച്ചു മുറുകിയിരിക്കുകയാണ്. Revelation 3 verse 4 reads like this. വെളിപാടിന്റെ 3:4 ഇങ്ങനെ വായിക്കുന്നു. You have a few names even in Sardis who have not defiled their garments, and they shall walk with me in white, for they are worthy. അത് നമുക്ക് മലയാളത്തിൽ ഇങ്ങനെ ഒന്ന് വായിക്കാം. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റുപറയും. Amen. Also in Zephaniah 3, like we read in verse 13, സെഫനായ 3:13 നമ്മൾ വായിച്ചിരുന്നത് we read that the remnant of Israel will do no wrong and tell no lies, nor will a deceitful tongue be found in their mouths, for they will feed and lie down with no one to frighten them. അതും നമുക്ക് മലയാളത്തിൽ ഒന്ന് വായിക്കാം. ഇസ്രായേലിൽ ശേഷിപ്പുള്ളവർ നീതികേട് പ്രവർത്തിക്കുകയില്ല, ഭോഷ്ക് പറയുകയുമില്ല, ചതിവുള്ള നാവ് അവരുടെ വായിൽ ഉണ്ടാകുകയില്ല. അവർ മേഞ്ഞു കിടക്കും, ആരും അവരെ ഭയപ്പെടുത്തുകയുമില്ല. Amen. So we understand from these scriptures that there's a lifestyle of holiness. നമുക്ക് ഈ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും പരിശുദ്ധരാകുക എന്ന് പറയുന്ന ഒരു ജീവിത ശൈലിയാണ്. And holiness isn't about being perfect. അതിന്റെ അർത്ഥം എല്ലാത്തിനും തികഞ്ഞവരാകുക എന്നല്ല. It's about being set apart. അതിന്റെ അർത്ഥം മാറ്റിവെച്ചവരെ. The remnant refuses to blend in with culture. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കൾച്ചറുമായിട്ട് കൂടിച്ചേരുവാൻ ദൈവത്തിന്റെ ശേഷിപ്പ് മടിക്കുന്നു. They choose purity when compromise is convenient. അവര് വിശ്വസിക്കുന്നത് പരിശുദ്ധരായിരിക്കുന്നതാണ് നമുക്ക് കോംപ്രമൈസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം വരുന്നതിനേക്കാൾ അവർ ചൂസ് ചെയ്തെടുക്കും. They walk uprightly even when no one is watching. ആരും കാണുന്നില്ലെങ്കിൽ അവർ നീതിയിൽ നടക്കും. And I found out one analogy for this. ഇതിന് ഞാനൊരു മാതൃക കണ്ടെത്തി. Holiness is like wearing white in a coal mine. പരിശുദ്ധി എന്ന് പറയുന്നത് ഒരു കോൾ മൈൻ, അതിൽ വെള്ള വസ്ത്രം ധരിച്ച് പണി ചെയ്യുന്ന പോലെയാണ്. ആലോചിക്കുമ്പോഴേ സ്ട്രെസ് ആവുക അല്ലേ? Every step matters. നമ്മളെടുക്കുന്ന ഓരോ ചുവടും മുഖ്യമാണ്. The remnant walks carefully, അവര് സൂക്ഷിച്ച് നടക്കുന്നു. not legalistically, അവര് നിയമത്തെ മുറുകി പിടിച്ചുകൊണ്ടല്ല, but lovingly, പക്ഷെ സ്നേഹത്തെ മുറുകി പിടിച്ചു. because they know that they're wearing the king's garments. കാരണം അവർക്കറിയാം രാജാവിന്റെ അങ്കി ധരിച്ചാണ് അവർ Do you നടക്കുന്നത്. know that the garment of righteousness you're wearing today in the spirit has been purchased? നിങ്ങൾക്കറിയോ ഇന്ന് നിങ്ങൾ ആത്മാവിൽ ധരിച്ചിരിക്കുന്ന ആ നീതിയുടെ അങ്കി വാങ്ങിച്ചതാണ് വില കൊടുത്ത്. It is not yours. അത് നിങ്ങളുടേതല്ല, He gave it to us. അത് ദൈവം നമുക്ക് And the കൈമാറി. Lord is calling us to lead a holy lifestyle. അതുകൊണ്ട് ഭക്തിയുടെ ഒരു ജീവിത ശൈലി നയിക്കാനാണ് നമ്മളെ ദൈവം To വിളിച്ചിരിക്കുന്നത്. represent Him as the remnant. ദൈവത്തിന്റെ ശേഷിപ്പായി ഈ ഭൂമിയിൽ പ്രതികരിക്കാൻ. One person said like this: holiness is not the way to Christ. Christ is the way to holiness. ഒരാൾ ഇങ്ങനെ പറയുകയുണ്ടായി, പരിശുദ്ധിയല്ല ക്രിസ്തുവിലേക്കുള്ള മാർഗം, ക്രിസ്തുവാണ് പരിശുദ്ധിയുടെ മാർഗം. Many times we strive to be holy and we end up guilty and self-righteous. പലപ്പോഴും പരിശുദ്ധരായിരിക്കാനുള്ള നമ്മുടെ പരിശ്രമത്തിൽ നമുക്ക് കുറ്റബോധവും സ്വയനീതീകരണത്തിലും നമ്മൾ വസിക്കുന്നു. But I want to encourage the church today that Christ is the source of all holiness. ഞാൻ സഭയൊന്ന് ഓർപ്പിക്കട്ടെ, നമ്മുടെ പരിശുദ്ധിയുടെ സ്രോതസ് ക്രിസ്തുവാണ്.
When you pursue Christ, it becomes an automatic byproduct. നമ്മൾ ക്രിസ്തുവിനെ പിന്തുടരുമ്പോൾ പരിശുദ്ധി എന്നത് സ്വാഭാവികമായി നമ്മളെ പിന്തുടരുന്ന ഒരു Because how many കാര്യമാണ്. of you know if you pursue Jesus, he will change you inside out. നിങ്ങൾ എത്ര പേർക്കറിയാം നമ്മൾ ക്രിസ്തുവിനെ പിന്തുടരുമ്പോൾ നമ്മളെ ഉള്ളിൽ നിന്നും വെളിയിലേക്ക് പൂർണ്ണമായി മാറ്റി. And if you say, touch me, Lord Jesus, എന്നെ തുടരണേ ക്രിസ്തുവെ നമ്മൾ he പ്രാർത്ഥിച്ച will come into those areas you've not told anyone about. നിങ്ങൾ ആരോടും ഇതുവരെ വെളിപ്പെടുത്താത്ത മേഖലയിൽ പോലും അദ്ദേഹം വന്ന് പ്രവർത്തിക്കും. Minute details he'll come and try to fix. ഏറ്റവും ചെറിയ ഡീറ്റെയിലിൽ പോലും അദ്ദേഹം വന്ന് ഇടപെടും. Because he's that faithful. കാരണം അത്ര വിശ്വസ്തനാണ് ക്രിസ്തു. So I just felt led in the spirit to share this. If any of you are going through a difficult time, അതുകൊണ്ട് ആത്മാവിൽ നയിച്ച് ഞാൻ ഇത് പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും പ്രയാസത്തിന്റെ ഒരു ഘട്ടത്തിൽ കൂടെ പോവുകയാണെങ്കിൽ the Lord is saying he's training you. ദൈവം നിങ്ങളോട് പറയുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്, ദൈവം നിങ്ങളെ ട്രെയിൻ ചെയ്യുക. He's training you. ദൈവം നിങ്ങളെ ട്രെയിൻ ചെയ്യുകയാണ്, It's not just പരിശീലിപ്പിക്കുക. by accident that things are happening. സ്വാഭാവികമായിട്ടല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത്. Because he's such a good father, he orchestrates different things so that we become the best version of ourselves. ദൈവം നല്ലൊരു പിതാവായതുകൊണ്ട് സകല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കുന്ന നമ്മൾക്കുള്ളിലെ ഏറ്റവും മികച്ചവരാക്കി മാറ്റാനാണ്. Hallelujah. ഹല്ലേലൂയ. Hallelujah. So we are at H. Now we go to I. നമ്മൾ എച്ച് കഴിഞ്ഞു, ആ ഷൈൻ്റെ ഇനി നമ്മൾ ഐയിലേക്ക് വരുന്നു. So I stands for influence through integrity. വിശ്വസ്തയോടെ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുക. In our recent OGIM, I heard that a lot of us, they value integrity as a major thing. നമ്മൾ ഈയിടെ ഉണ്ടായ ഒരു OGIM-ൽ കൂടി നമ്മൾ കേട്ടു, ഒത്തിരി പേര് ഈ വിശ്വസ്തരാകുക എന്നുള്ള ആ ക്യാരക്ടർ ഭയങ്കര അധികം മൂല്യം കൊടുക്കുന്നു. It's not just us, even the Lord values it. നമ്മൾ മാത്രമല്ല, ദൈവവും അതിനധികം മൂല്യം Let's കൊടുക്കുന്നു. read in Titus chapter 2 verse 7 to 8. തിത്തോസിന്റെ 2:7 തൊട്ട് 8 വരെ നമുക്കതൊന്ന് ഞാൻ വായിക്കാം. In all things showing yourself to be a pattern of good works, in doctrine showing integrity, reverence, incorruptibility, sound speech that cannot be condemned, that one who is an opponent may be ashamed, having nothing evil to say of you. അത് നമുക്ക് മലയാളത്തിൽ ഇങ്ങനെ ഒന്ന് വായിക്കാം. വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പഥ്യവചനവും ഉള്ളവനായിരിക്കുക. Hallelujah. ഹല്ലേലൂയ. One of the best definition of integrity I've ever heard is by Pastor Rick Warren. റിക്ക് വാരൻ എന്ന് പറയുന്ന പാസ്റ്ററാണ് ഈ വിശ്വസ്തത ഇന്റഗ്രിറ്റിയുടെ ഏറ്റവും മികച്ചൊരു ഡെഫിനേഷൻ. He says integrity is decompartmentalizing your life. നമ്മുടെ ജീവിതത്തിനെ വേർതിരിച്ചെടുക്കുന്നതാണ് അത്ര ഈ വിശ്വസ്ത അല്ലെങ്കിൽ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. അതായത് അതിന്റെ ഘട്ടം ഘട്ടമായിട്ട് പിരിച്ചെടുക്കുന്നത്, വേർതിരിക്കാതിരിക്കുന്നതാണ്. വേർതിരിക്കാതിരിക്കുന്നതായിട്ട്. എങ്ങനെയുണ്ട്, മനസ്സിലായോ? ഇല്ല, പറഞ്ഞുതരാം. So what he meant is, most of the times we have one compartment for work, one compartment for church, one compartment for friends, one compartment for spouse. And he says integrity is having no compartments. അതായത് പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിത പങ്കാളിയുമായിട്ട് ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്, നമ്മുടെ ജോലി സ്ഥലത്ത് ഒരു കമ്പാർട്ട്മെന്റ് ആണ്, നമ്മുടെ സുഹൃത്തുക്കളുടെ മധ്യ ഒരു കമ്പാർട്ട്മെന്റ് ആണ്, സഭയിൽ മറ്റൊരു കമ്പാർട്ട്മെന്റ് ആണ്. ഇങ്ങനെ വ്യത്യസ്തമായ കമ്പാർട്ട്മെന്റിൽ പിരിക്കാതെ എപ്പോഴും ഒരേപോലെ ഇരിക്കുന്നതാണ് വിശ്വസ്തത. It is like Asher is the same everywhere. എവിടെയും അഷറായിട്ടിരിക്കുന്നതാണ് വിശ്വസ്തത. Of course, I have to use wisdom to behave in a certain way in different places. പലപ്പോഴും ഞാൻ ഉപയോഗിച്ച് എങ്ങനെ പലയിടത്ത് പല സാഹചര്യങ്ങളിൽ പെരുമാറണം എന്ന് ഞാൻ ഉപയോഗിച്ച് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരിക്കും. But who I am at the core will never change. പക്ഷെ എൻ്റെ ഉള്ളിലെ ഞാൻ ആരാകുന്നു എന്നതിന് മാറ്റം ഉണ്ടാകാൻ പാടില്ല. Should never change. അത് ഒരിക്കലും മാറാൻ പാടില്ല. Amen. Hallelujah. Integrity is doing the right thing when no one sees. ആരും കാണാത്തപ്പോൾ പോലും ശരിയായുള്ള കാര്യം പ്രവർത്തിക്കുന്നതാണ് Especially when it വിശ്വസ്തത. costs something. പ്രത്യേകിച്ച് അതിനൊരു വില കൊടുക്കേണ്ടി വന്നാൽ. A person of integrity doesn't just say what is right, they live what is right. ഒരു വിശ്വസ്തമായ ആള് നല്ല കാര്യം പറയവല്ല, പ്രവർത്തിച്ച് കാണിക്കുകയാണ്. Just like we see construction happening down below this building. നമുക്ക് കാണാൻ പറ്റുന്ന പോലെ ഈ ബിൽഡിങ്ങിന് താഴെ കൺസ്ട്രക്ഷൻ പണി നടന്നുകൊണ്ടിരിക്കുക. Integrity is like a foundation. ഈ വിശ്വസ്തത എന്ന് പറയുന്ന ഒരു അടിസ്ഥാനം പോലാണ്. A building can look impressive on the outside. വെളിയിൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ബിൽഡിംഗ് ആയിരിക്കാം, But if the foundation is broken, then collapse is inevitable. പക്ഷെ അതിന്റെ അടിസ്ഥാനം ശരിക്കല്ല പണിതെങ്കിൽ ആ ബിൽഡിംഗ് ഒരു നാൾ ഇടിഞ്ഞു വീഴും. The remnant lives deeply rooted in God, not appearances.
ഈ ശേഷിപ്പെന്ന് പറയുന്നത് ദൈവത്തിൽ വേരുറച്ചാണ് ജീവിക്കുന്നത്, ആൾക്കാരെ കാണിക്കുന്ന കാര്യങ്ങളിലോ പ്രവർത്തികളിലോ അല്ല. I also believe vulnerability is an integral part of integrity. മറ്റൊരു കാര്യം ഞാൻ വിശ്വസിക്കുന്ന വൾണറബിലിറ്റി, അതായത് എപ്പോഴും തുറന്ന ഒരു ജീവിതശൈലി, അത് ഈ വിശ്വസ്തയുടെ ഒരു ഭാഗമായിട്ടാണ്. Integrity is more than about just doing what is right. It's also about being real. ശരിയായുള്ള കാര്യം പ്രവർത്തിക്കുന്ന മാത്രമല്ല, എപ്പോഴും യഥാർത്ഥമായിട്ടിരിക്കുന്നതാണ് ഒരു വിശ്വസ്തത. It's about living a life that's consistent, honest and humble. എപ്പോഴും ഒരേപോലെ ഹോണസ്റ്റായ ഒരു ജീവിതം, താഴ്മയിൽ ജീവിക്കുന്നതാണ് വിശ്വസ്തത. People are not attracted to perfection, but they are attracted to authenticity. എപ്പോഴും എല്ലാ കാര്യത്തിലും തികഞ്ഞിരിക്കുന്നതിലേക്കല്ല ആൾക്കാരെ ആകർഷിക്കുന്നത്, പക്ഷേ എപ്പോഴും സത്യമായിട്ട് ജീവിക്കുന്നത് കണ്ട ആൾക്കാർ അതിൽ ആകർഷിക്കപ്പെടും. And I understand this more than ever because now I lead the youth ministry. എനിക്കിതിപ്പം എപ്പോഴത്തേനേക്കാളും മനസ്സിലാവും, കാരണം ഇപ്പം ഞാൻ യൂത്ത് മിനിസ്ട്രിയെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിള്ളേർക്ക് ഷോ ഒന്നും കാണണ്ട. Seriously, they don't want to see what you can preach, what you know. They want to see authentic lives. പിള്ളേർക്ക് കാണേണ്ടത് നമുക്ക് എന്ത് പ്രസംഗിക്കാമെന്നോ നമ്മൾ എങ്ങനെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതെന്നോ അല്ല, അവർക്ക് കാണേണ്ടിയ സത്യസന്ധതയുള്ള ഒരു ജീവിതശൈലി, അതാണ് അവർക്ക് വേണ്ടി. And I'm not just talking about the youth alone. There are many around us who's telling us, can you say what is the real aspects? ഞാൻ പിള്ളേരുടെ കാര്യം മാത്രമല്ല പറയുന്നത്, നമ്മുടെ ചുറ്റുമുള്ള പലരും നമ്മുടെ ആവശ്യപ്പെടുന്ന കാര്യം ഇതാണ്, എങ്ങനെ യഥാർത്ഥമായിട്ട് ജീവിക്കുമെന്ന് കാണിച്ചതാണ്. Don't you connect to somebody more when they are honest about their challenges? തങ്ങൾക്കുള്ള കഷ്ടപ്പാടുകളെ കുറിച്ച് ഒരാൾ തുറന്നു സംസാരിക്കുമ്പോഴേ നമ്മൾ അവരോട് കണക്ട് ചെയ്യാൻ പറ്റുന്നു, Rather than just saying that they're Superman or Spider-Man. അവരെ തന്നെ ഒരു സൂപ്പർമാനായിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ല എന്ന് കാണിക്കുമ്പോഴാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. Hallelujah. Being a person of integrity includes admitting when you failed. വിശ്വസ്തത എന്ന് പറയുന്നത് നമ്മൾക്ക് പരാജയങ്ങൾ വരുമ്പോൾ അത് ഏറ്റു പറയുന്നത് കൂടിയാണ്. Apologizing when you've hurt someone. ഒരാൾ നമ്മൾ നോവിക്കുമ്പോൾ അതിനായിട്ട് സോറി പറയുന്നത്. And being open about our journey. നമ്മുടെ യാത്രയെക്കുറിച്ച് തുറന്ന് അംഗീകരിക്കുന്നതാണ്. I just want to remind the church here, our journey is so precious. ഞാൻ സഭയൊന്ന് ഓർപ്പിക്കട്ടെ, നമ്മുടെ ഈ ക്രിസ്തുവിലെ പ്രയാണം വളരെ മൂല്യമുള്ളത്. The Lord says, do not be ashamed of your journey. നിങ്ങളുടെ ആ യാത്രയെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും നാണക്കെടരുത്. I sense that some of you are ashamed of your testimony. നിങ്ങളുടെ സാക്ഷ്യം പലവർക്കും ഒരു നാണക്കേടാന്ന് ഞാൻ സെൻസ് ചെയ്യുന്നു. That to share it out loud, you don't feel comfortable. അത് പലരോടും പങ്കിടാനായിട്ട് നമുക്ക് അത്ര കംഫർട്ടബിൾ But the Lord is saying, share your journey. That will be revival for someone else. എന്നാൽ ദൈവം പറയുന്നത്, നിങ്ങളുടെ യാത്ര ഒരാളോട് പങ്കിടുക, അവർക്കുള്ള ഉണർവ് അതിൽ നിന്നായിരിക്കും വരുന്നത്. Hallelujah. Hallelujah. I believe the remnant is called to share the journey with others. ഞാൻ വിശ്വസിക്കുന്നത് ആ ശേഷിപ്പിന്റെ വിളി അവരുടെ ആ യാത്ര മറ്റുള്ളവരായിട്ട് To tell പങ്കിടാൻ, others how we got there. പലരോടും പങ്കിടാൻ, നമ്മൾ എങ്ങനെയാണ് ഇവിടം വരെ എത്തിയത്. Not to just say, read 5 chapters a day, pray for 2 hours. Not just that. To say that I didn't feel like reading 5 chapters a day. I didn't feel like praying for 2 hours. ആൾക്കാരോട് പറയാനല്ല ദിവസം 5 ചാപ്റ്റർ വെച്ച് വായിക്കുക, 2 മണിക്കൂർ പ്രാർത്ഥിക്കുക എന്നല്ല. എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല, 5 ചാപ്റ്റർ വായിക്കാൻ എനിക്ക് 2 മണിക്കൂർ പ്രാർത്ഥിക്കാൻ തോന്നിയില്ല, എങ്കിലും ചെയ്തു. But also to say, with God, I discipline my body to pray 2 hours. അവരോട് ഇങ്ങനെയാണ് പറയേണ്ടത്, ക്രിസ്തുവിൽ കൂടി ഞാൻ എൻ്റെ ശരീരത്തെ ഡിസിപ്ലിൻ ചെയ്തു 2 മണിക്കൂർ പ്രാർത്ഥിക്കാൻ. Because I don't want to go anti-discipline here. കാരണം ഞാൻ ഡിസിപ്ലിനെതിരെ ഇവിടെ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. So the Lord, the world is looking for an authentic church. അതുകൊണ്ട് തന്നെ ഈ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് വിശ്വസ്തരായ ഒരു സഭയ്ക്ക് വേണ്ടി. I really believe that's why Jesus had so many followers. ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന് അത്ര അധികം I think ശിഷ്യന്മാരുണ്ട്. that's why within 3.5 years, he raised up people to die for him. 3.5 കൊല്ലം കൊണ്ട് തനിക്ക് വേണ്ടി മരിക്കാൻ ഒരുക്കമായ ആൾക്കാരെ ക്രിസ്തു എഴുന്നേൽപ്പിച്ചത് ഇതുകൊണ്ടാണ്. He died for us, നമുക്ക് വേണ്ടി അദ്ദേഹം മരിച്ചു, but he raised others who died for that work. എങ്കിലും ആ പ്രവർത്തിക്ക് വേണ്ടി മരിക്കാൻ ഒത്തിരി ശിഷ്യന്മാരെ ക്രിസ്തു There was no ഉയർത്തെഴുന്നേൽപ്പിച്ചു. silver jubilee of that ministry or golden jubilee. ആ മിനിസ്ട്രിന്റെ ഒരു വാർഷികം ഒന്നും ഇല്ലായിരുന്നു. Within 3.5 years. 3.5 കൊല്ലം കൊണ്ട്. Because when you look at scriptures, Jesus lived an authentic life here on earth. നമ്മൾ ദൈവവചനം പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം തുറന്ന ഒരു ജീവിതമായിരുന്നു ഈ ഭൂമിയിൽ നയിച്ചത്. And that kind of honesty builds credibility. ആ തരത്തിലുള്ള വിശ്വസ്തതയാണ് ആൾക്കാർക്ക് ഉറ്റുനോക്കാൻ And പറ്റുന്നത്. creates a safe space for others to grow. അങ്ങനത്തെ ജീവിതശൈലി മക്കളുള്ളവർക്ക് സുരക്ഷിതമായിട്ട് വളരാനുള്ള ഒരു സ്ഥാനം I believe that's one of the main purposes of a church, to create a safe space.
ഞാൻ വിശ്വസിക്കുന്നു സഭയുടെ ഒരു പ്രവൃത്തി അതാണ്, വളരാനായിട്ട് സുരക്ഷിതമായ ഒരു സ്ഥലം ഒരുക്കി Not കൊടുക്കുക. to isolate people because they don't talk like us, walk like us, നമ്മളെപ്പോലെ സംസാരിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നടക്കാത്തതുകൊണ്ടോ ആൾക്കാരെ മാറ്റി നിർത്താനല്ല, but to create a safe space. പക്ഷെ അവർക്ക് സുരക്ഷിതമായ ഒരു സ്ഥലം Do ഒരുക്കി you കൊടുക്കുക. remember how we all started? നമ്മളൊക്കെ എങ്ങനെ ആരംഭിച്ചു എന്ന് ഓർപ്പിക്കാൻ ഒരു സ്ഥലം. അല്ലെ, ഒരു 10 വർഷം കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകും നമ്മൾ എങ്ങനെയാണ് തുടങ്ങിയെന്ന്. But to remember how we all started. നമ്മളൊക്കെ എങ്ങനെയാണ് ആരംഭിച്ചതെന്ന് ഓർമ്മിപ്പിക്കാനായിട്ടൊരു സ്ഥലം. Amen. So we are at SHI and now N. Nurture others in faith. അടുത്തത് നമുക്ക് എന്നിലേക്ക് പോവാം, വിശ്വാസത്തിൽ മറ്റുള്ളവരെ വളർത്തിയെടുക്കുക. Again, we already read this portion once, but let's read it again. 2 Timothy chapter 2 verse 2. 2 തിമോത്തി 2:2 അത് നമുക്ക് ഒരു കൂടി ഒന്ന് വായിക്കാം. We can read it in Malayalam. നീ പല സാക്ഷികളുടെ മുൻപാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക. Hallelujah. The remnant is called to nurture others. ബാക്കിയുള്ളവരെ വളർത്തിയെടുപ്പിക്കാനാണ് തൻ്റെ ശേഷിപ്പിനെ ദൈവം Not to വിളിച്ചിരിക്കുന്നത്. just model a lifestyle from a distance, but to be close with people and to nurture them. ദൂരെ ഇരുന്ന് എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ മാത്രമല്ല, അവരുടെ കൂടെ നടന്ന് അവരെ വളർത്തിയെടുക്കുക. Also in Titus 2, we read about how we are encouraged to nurture the next generation. തിത്തോസ് 2 നമ്മൾ വായിക്കുന്നു എങ്ങനെയാണ് മറ്റൊരു തലമുറയെ വളർത്തിയെടുക്കാനായിട്ട് നമ്മളെ പ്രചോദിപ്പെടുത്തുവാണ്. Let me remind you that the remnant shouldn't be just focused on surviving spiritually. ശേഷിപ്പിന്റെ വിളി എങ്ങനെയെങ്കിലും ആത്മീയമായിട്ട് ജീവിച്ചു പോകാന്നല്ല, They are intentional about helping others thrive. ബാക്കിയുള്ളവരെ ജ്വലിച്ച് ജീവിതത്തിൽ ജ്വലിക്കാനും ഫലം കായ്ക്കാനുമായിട്ടാണ് അവർക്ക് മേലുള്ള വിളി. So whether you're 18 or 80, നിങ്ങൾക്ക് 18 വയസ്സാണെങ്കിലും 80 വയസ്സാണെങ്കിലും you can be a spiritual parent or an older sibling in the faith. നിങ്ങൾക്ക് വിശ്വാസത്തിൽ ഒരാൾക്ക് ഒരു മൂത്ത സഹോദരനോ സഹോദരിയോ അല്ലെങ്കിൽ ഒരു ആത്മീക പിതാവോ മാതാവോ കൂടിയാകാം. Or a mentor walking with someone through their season. അല്ലെങ്കിൽ ചിലവരെ അവരുടെ കാലഘട്ടത്തിൽ കൂടെ നടന്ന് അവരെ വളർത്തിയെടുക്കാം. Greg Ogden said like this: discipleship is simply helping someone else take their next step in following Jesus. ഓർഗൻ പറഞ്ഞു, ശിഷ്യത്വം എന്ന് പറയുന്നത് ആൾക്കാരെ അവരുടെ കൂടെ നടന്ന് അവരുടെ അടുത്ത ഘട്ടത്തിലേക്ക് നടന്ന് കയറുവാൻ സഹായിക്കുന്നതാണ്. And the Lord is calling us, church, as the remnant to inspire the next generation, to nurture others in faith. ഒരു ശേഷിപ്പായിട്ട് ദൈവം നമ്മളെ വിളിക്കുന്ന അടുത്ത ഒരു തലമുറയെ വിശ്വാസത്തിന് പ്രചോദനം കൊടുത്ത് അവരെ ഉയർത്താനാണ്. It is not just for the pastors, the leaders, it's for all of us. അത് പാസ്റ്റേഴ്സിനോ നേതാക്കന്മാർക്കോ മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കുള്ള വിളിയാണ്. Because as I told you in the beginning, people are watching. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാർ നമ്മളെ വീക്ഷിക്കുകയാണ്. The earlier we awaken to that idea, the earlier we will, go out and be a good role model. എത്രയും വേഗം നമ്മൾ ആ ഐഡിയയിലേക്ക് ഉണരുന്നോ അത്രയും വേഗം നമുക്ക് വെളിയിൽ പോയി നല്ല മാതൃകളായിട്ട് ജീവിക്കാൻ So like I സാധിക്കും. mentioned earlier, faith is like a relay race. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസം എന്ന് പറഞ്ഞ ഒരു റിലേയുടെ റേസ് പോലാണ്. It is not enough to run well. നല്ലപോലെ ഓടിയാൽ മാത്രം പോരാ, We must also pass the baton. നമ്മൾ ആ ബാറ്റൺ അടുത്ത ആൾക്ക് കൈമാറുകയും ചെയ്യണം. We are called to receive the baton from the previous generation നമ്മുടെ വിളി നമുക്ക് മുന്നേ നടന്ന തലമുറയിൽ നിന്ന് ആ ബാറ്റൺ സ്വീകരിക്കാനാണ്, and pass it on to the next generation. എന്നിട്ട് അത് അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ കൂടിയാണ്. I know in our culture, the main idea is to settle our kids. എനിക്കറിയാം നമ്മുടെ കൾച്ചറിൽ ഒരു പ്രധാനപ്പെട്ട ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെ എങ്ങനെയും സെറ്റിൽ ചെയ്യുക എന്നാണ്. But I want to remind you, more than all the physical settlement, the spiritual settlement carries more weight. ഭൗതികമായിട്ട് അവരുടെ ജീവിതം സുരക്ഷിതമാക്കുന്നതിനേക്കാൾ ആത്മീകമായ സുരക്ഷിത അവർക്ക് കൈമാറുന്നതും ഒരു വിളിയാണ്. Because lack of physical settlement might create holes in their bank account. അവരെ ഭൗതികമായി സെറ്റിൽ ചെയ്തെങ്കിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ചിലപ്പോൾ ഓട്ട വീണേക്കാം. But lack of spiritual settlement will create holes in their soul. എങ്കിലും ആത്മീകമായി അവരെ സെറ്റിൽ ചെയ്തില്ലെങ്കിൽ അവരുടെ ദേഹിയിലാണ് ഓട്ട So വീഴുന്നത്. I want to encourage every parent here. അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ Whichever മാതാപിതാക്കളും stage you are in, നിങ്ങൾ ഏത് ഘട്ടത്തിലാണെങ്കിലും and even the ones who are, hoping and praying for marriage, കല്യാണത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് പോലും to have this thought. ഈ ചിന്ത നിങ്ങളുടെ ഉള്ളിൽ Nurture. വരുത്താൻ Nurture. വളർത്തിയെടുക്കുക. Hallelujah. And it's not just about our own children. നമ്മുടെ സ്വന്തം മക്കളെ മാത്രമല്ല, The church is a family. സഭ ഒരു കുടുംബമാണ്. I believe the Lord will lead us to, younger people that God wants us to raise up. ദൈവം ഉയർത്തി എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വളർത്തി എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പലരിലേക്കും നമ്മളെ നയിച്ചേക്കാം. The remnant knows their role is both to run and to raise others.
ശേഷിപ്പിന് അറിയാം അവരുടെ വിളി ഓടാനും ബാക്കിയുള്ളവരെ എഴുതിപ്പിക്കാനും കൂടി. Amen. Our role is to run and to raise others. നമ്മളുടെ ജീവിതത്തിലെ വിളി എന്ന് പറയുന്നത് ഓടാൻ കൂടിയാണ്, പക്ഷെ അതേ ഓട്ടത്തിൽ ബാക്കിയുള്ളവരെ കൂടി ഉയർത്തെഴുന്നേൽപ്പിക്കും. Pastor Bill Johnson said like this, our ceiling will become the floor for the next generation. പാസ്റ്റർ ബിൽ ജോൺസൺ ഇങ്ങനെ പറയുകയുണ്ടായി, നമ്മുടെ സീലിംഗ് ആണ് മറ്റൊരു തലമുറയുടെ അടിസ്ഥാനം. So how much we raise the roof will become their foundation. അതുകൊണ്ട് നമ്മൾ എന്തുമാത്രം സീലിംഗ് ഉയർത്തുന്നോ അത്രയും ബലപ്പെട്ടായിരിക്കും അടുത്ത തലമുറയുടെ അടിസ്ഥാനം. I remember in our men's outing, ഞങ്ങളുടെ മെൻസ് ഔട്ടിങ്ങിന് Pastor Tibi asked a very important question. ടിബി പാസ്റ്റർ വളരെ മുഖ്യമായ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. Most of us are asked, what is your 5-year plan? പലരോടും നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ 5 വർഷത്തെ പദ്ധതി എന്തുവാണ്, പ്ലാൻ എന്തുവാണ്, What is your 10-year plan? 10 വർഷത്തേക്കുള്ള നിങ്ങളുടെ പ്ലാൻ If എന്തുവാണ്. nobody is asking, we are asking ourselves. മറ്റാരും നമ്മളോട് ചോദിക്കുന്നത് ചിലപ്പോൾ നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കുമായിരിക്കും. If we are not asking, our relatives will be asking us. നമ്മൾ ചോദിച്ചില്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മളോട് ചോദിക്കുമായിരിക്കും. But he asked this question that the Lord told him to ask, what is your next 5 generation plan? പാസ്റ്റർ ടിബി പറഞ്ഞത്, ദൈവം പാസ്റ്റർ ടിബിയോട് ചോദിച്ചു, നിങ്ങളുടെ അടുത്ത 5 തലമുറയ്ക്കുള്ള നിങ്ങളുടെ പദ്ധതി എന്തുവാണ്. And that also awakened something in me. അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു കാര്യത്തെ അത് ഉയർത്തെഴുന്നേൽപ്പിച്ചു. Are we thinking generationally, church? നമ്മൾ തലമുറകളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ എപ്പോഴോ നമ്മുടെ അപ്പച്ചൻ അമ്മച്ചിമാര് അങ്ങനെ ചിന്തിച്ചതുകൊണ്ടൊക്കെ ചിലവരൊക്കെ ഇവിടെ ഇരിക്കുന്നു. Hallelujah. I know there are first generation believers here. എനിക്കറിയാം ആദ്യത്തെ തലമുറയിൽ വിശ്വാസിയായ പലരും ഇവിടെ ഉണ്ട്. But I don't think we are the first generation godly people in our family. പക്ഷേ നമ്മുടെ കുടുംബത്തിലെ ദൈവികമായ ഒരു ആദ്യത്തെ തലമുറ നമ്മളല്ലായിരിക്കാം. ആരൊക്കെയോ എവിടൊക്കെയോ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. They were doing what they knew. So and the Lord is calling the remnant to do the same. അതുകൊണ്ട് ദൈവം തന്റെ ശേഷിപ്പിനെ വിളിക്കുന്നതും ഇതിനായിട്ടാണ്. Hallelujah. Hallelujah. I want to leave that thought with you. Think next 5 generations. ഈ ഒരു ചിന്ത നിങ്ങൾ ഞാൻ വിതച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. അടുത്ത 5 തലമുറയ്ക്ക് വേണ്ടി ചിന്തിക്കുക. And finally the E. അവസാനമായിട്ടായി ഈ Endure with eternity in mind. നിത്യത മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്ന് നിലനിൽക്കുക. We read in Revelation 17 verse 14. നമ്മൾ വെളിപാടിന്റെ 17:14 വായിക്കുന്നു, These will wage war against the Lamb, and the Lamb will overcome them, because he is Lord of lords and King of kings. And those who are with him are the called and chosen and faithful. അത് നമുക്ക് മലയാളത്തിലൊന്ന് വായിക്കാം. അവർ കുഞ്ഞാടിനോട് പോരാടും, താൻ കർത്താതി കർത്താവും രാജാതി രാജാവും ആകൊണ്ട് കുഞ്ഞാട് തന്നോട് കൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. The remnant doesn't live for applause. ശേഷിപ്പ് ജീവിക്കുന്ന കയ്യടിക്ക് വേണ്ടിയല്ല, They live for the crown. അവര് കിരീടത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. Crown that will never fade away. ഒരിക്കലും മായാത്ത I കിരീടം. know it is very easy to get lost in the appreciation of the world. എനിക്കറിയാം ഈ ലോകത്തിന്റെ അപ്രിസിയേഷനിൽ നമ്മളെ സ്വയം നഷ്ടപ്പെടുത്താൻ വളരെ Today I എളുപ്പമാണ്. want to remind the church, even if the world doesn't appreciate you. ഈ ലോകം നിങ്ങളെ അപ്രിഷിയേറ്റ് ചെയ്തില്ലെങ്കിലും സഭയെ, നോർമലി ഇൻ മാരേജസ് അതാണല്ലോ ഏറ്റവും വലിയ കംപ്ലൈൻറ്റ്, എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാറില്ല. അത് കിട്ടിയില്ലെങ്കിലും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് മുകളിലാണ്. ആമേൻ. I'm not against healthy marriages. You should appreciate your spouse. ആരോഗ്യമുള്ള ദാമ്പത്യ ജീവിതത്തിന് നിങ്ങൾ പരസ്പരം അപ്രിഷിയേറ്റ് ചെയ്യണം, ഞാൻ Even അതിനെതിരല്ല. if that doesn't happen, പക്ഷെ അത് even if നടന്നില്ലെങ്കിൽ, your parent doesn't appreciate you, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ even if your അംഗീകരിച്ചില്ലെങ്കിൽ, close friend doesn't appreciate you, നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കൾ നിങ്ങളെ your അപ്രിഷിയേറ്റ് source ചെയ്തില്ലെങ്കിൽ, of appreciation should come from the King of Kings. നിങ്ങളുടെ അപ്രീസിയേഷന്റെ സ്രോതസ് രാജാതി രാജാവ് If എന്നായിരിക്കണം. he is the source of your tank, no one can deplete you. നമ്മുടെ ടാങ്കിന്റെ സ്രോതസ് അദ്ദേഹമാണെങ്കിൽ അത് ഒരിക്കലും വറ്റില്ല. Hallelujah. ആമേൻ. In a world obsessed with the now, the remnant live for the then. ഈ ലോകം മൊത്തം ഇന്നത്തേക്ക് വേണ്ടിയാണ് ഒബ്സസ്സായി ജീവിക്കുന്നെങ്കിൽ അതിന്റെ ശേഷിപ്പ് അന്നത്തെ ആ കാലം ഉൾക്കൊണ്ട് മുന്നിൽ കണ്ടുകൊണ്ടാണ് So ജീവിക്കുന്നത്. faithfulness isn't about fast results. അതുകൊണ്ട് പെട്ടെന്ന് കിട്ടുന്ന ഫലത്തെക്കുറിച്ചല്ല It's വിശ്വസ്തത, about finishing the race, അത് ഓട്ടം തയ്ക്കുന്നതിനെ no matter കുറിച്ചാണ്. how hard it gets. അത് എത്ര കഷ്ടത സഹിക്കേണ്ടി വന്നാലും Enduring the eternity in mind. നിത്യത കണ്ണിൽ വെച്ചുകൊണ്ട് തന്നെ. Jim Elliot said like this, he is no fool who gives what he cannot keep to gain what he cannot lose. ജിം എലിയറ്റ് പറഞ്ഞു, തനിക്ക് നഷ്ടപ്പെടാൻ പറ്റാത്തതിന് വേണ്ടി
തനിക്ക് നഷ്ടപ്പെടാൻ പറ്റാത്തതിനു വേണ്ടി തനിക്ക് നേട്ടമായി കിട്ടേണ്ട ഒരു കാര്യം വിട്ടുകൊടുക്കുന്നവൻ ഒരു വിഡ്ഢിയല്ല. Hallelujah. Hallelujah. Amen. Even as we are trying to gather in this world, ഈ ലോകത്ത് നമ്മൾ കൂടി പല കാര്യങ്ങൾ ചേർക്കാനായിട്ട് ഓടുമ്പോഴും the Lord is encouraging us to remember eternity. ദൈവം നിത്യതയെ ഓർക്കാനായിട്ടാണ് നമ്മളെ This വിളിക്കുന്നത്. life is just but a vapor. ഈ ജീവിതം വെറും ഒരു പുക പോലെ തീരുന്നു. So here's the question. അതുകൊണ്ട് ഇതാണ് നിങ്ങൾക്കൊണ്ടൊരു ചോദ്യം. If your life is that 67th book, നിങ്ങളുടെ ജീവിതം ആ 67ാമത്തെ പുസ്തകമാണോ? what are people reading? എന്താണ് ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ വായിക്കുന്നത്? In your school, your workplace, your home, your Instagram stories. നിങ്ങളുടെ പഠന സ്ഥലത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ എന്താണ് അവർ വായിക്കുന്നത്? Is your life drawing people towards Jesus or giving them an excuse to go away? നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിലേക്ക് ആൾക്കാരെ ആകർഷിക്കുകയാണോ അതോ ക്രിസ്തുവിനെ വിട്ടുപോകാനായിട്ട് പ്രചോദനം കൊടുക്കുക? You don't have to be perfect. അതിന് നിങ്ങൾ തികേണ്ടവരാകണമെന്നില്ല. You just have to be faithful. നിങ്ങൾ വിശ്വസ്തരായാൽ മതി. That's what the remnant is. അതാണ് ആ ദൈവത്തിന്റെ ശേഷി. The world doesn't need more influencers. ഈ ലോകത്ത് ഇനി അധികം ഇൻഫ്ലുവൻസസിനെ It ആവശ്യമില്ല. needs more imitators of Christ. ക്രിസ്തുവിന്റെ മാതൃകയാണ് ഈ ലോകത്തിന് ആവശ്യം. The church doesn't need more celebrities. ഈ സഭയ്ക്ക് ഇനി അധികം സെലിബ്രിറ്റീസിന്റെ ആവശ്യമില്ല. It needs more examples. അവർക്ക് മാതൃകയാണ് ആവശ്യം. The people around you are not looking for a show. നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു ഷോന് വേണ്ടിയല്ല നോക്കുന്നത്. They are looking for a sign. അവർ അടയാളത്തിന് വേണ്ടിയാണ് നോക്കുന്നത്. And your life can be that sign. നിങ്ങളുടെ ജീവിതം അവർ നോക്കുന്ന അടയാളമായിരിക്കുക. If one of the most introverted people in church back in 2009 could stand there, I'm telling you, I got awakened. ഈ ലോകത്തിലെ ഏറ്റവും ഇൻട്രോവേർട്ടായ ഒരു വ്യക്തിക്ക് ഇന്ന് ഇവിടെ നിൽക്കാമെങ്കിൽ ഞാൻ നിങ്ങളെ ഓർമ്മിക്കട്ടെ, നിങ്ങൾക്ക് I വേണ്ടി got awakened to the idea that I could be a sign. ഞാനൊരു അടയാളമായിരിക്കാം എന്നുള്ള ആ ചിന്ത എന്നെ ഉണർത്തി. And with utmost humility, I'm sharing this with all of you. ഏറ്റവും അധികം സൗമ്യതയോടാണ് ഞാൻ നിങ്ങളോട് പങ്കിടുന്നത്. We are all called to be signs, dear church. നമ്മളുടെ ഏവരുടെ മേലുള്ള വിളി ഒരു It's അടയാളമാകാൻ. not just for the appointed preacher, pastor, worship leader, all of that. അത് ദൈവം നിയന്ത്രിക്കുന്ന ആ ഒരു പ്രീച്ചറിനോ പാസ്റ്ററിനോ വേണ്ടി മാത്രമല്ല. Wherever you're placed, when you go to the shop, how you talk to the shopkeeper, നിങ്ങൾ ഒരു കടയിൽ പോകുമ്പോൾ നിങ്ങൾ എങ്ങനെ കടക്കാരനോട് സംസാരിക്കുന്നു, how you respond to that security guard who says not to park here but to park there. ഇവിടെ പാർക്ക് ചെയ്യേണ്ട അവിടെ പാർക്ക് ചെയ്യാന്ന് പറഞ്ഞ ആ സെക്യൂരിറ്റി ഗാർഡിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? Sorry, if anything like that happened today, I apologize in advance. അങ്ങനെ എന്തെങ്കിലും ഇന്ന് നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് നേരത്തെ സോറി പറയട്ടെ. You are a sign. നിങ്ങളൊരു അടയാളമാണ്. You are a sign. നിങ്ങളുടെ അടയാളമാണ്. A sign that points to Jesus. ക്രിസ്തുവിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന ഒരു അടയാളം. So shine in your sphere. അതുകൊണ്ട് നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾ തിളങ്ങുക. Burn bright in your home. നിങ്ങളുടെ ഭവനങ്ങൾ കത്തിയെരിയുക. Be holy in the ordinary. സാധാരണ കാര്യങ്ങളിലും പരിശുദ്ധരായിരിക്കുക. Model the life of Jesus in the place you've been planted. നിങ്ങളെ ദൈവം നട്ടെടുത്ത് ക്രിസ്തുവിന്റെ ജീവിതത്തെ പ്രതികരിക്കുക. Because when the remnant lives real and chooses to shine, കാരണം ദൈവത്തിന്റെ ശേഷിപ്പ് സത്യമായി ജീവിച്ച് ദൈവത്തിന് വേണ്ടി the തിളങ്ങും. world doesn't just notice. ലോകം അത് ശ്രദ്ധിക്കുക മാത്രമല്ല, The world changes. ലോകം രൂപാന്തരം സ്ഥാപിക്കും. Mahatma Gandhi said like this, be the change that you want to see in the world. മഹാത്മാഗാന്ധി ഇങ്ങനെ പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്ന മാറ്റം നിങ്ങളാകുവാൻ. The Lord is not calling the remnant to be spectators and critiques of what's going wrong. ഒരിടത്ത് നടക്കുന്ന പ്രശ്നം കണ്ട് അതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള കാഴ്ചക്കാരായിട്ടല്ല ശേഷിപ്പിനെ The ദൈവം Lord is വിളിച്ചിരിക്കുന്നത്. calling the remnant to model Jesus' lifestyle. പക്ഷേ അവിടെ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെ പ്രതിനിധീകരിക്കാനാണ് തന്റെ ശേഷിപ്പിനെ ദൈവം So വിളിച്ചിരിക്കുന്നത്. church, let me tell you, the world needs role models. അതുകൊണ്ട് ഞാൻ സഭയെ ഓർമ്മിപ്പിക്കട്ടെ, ഈ ലോകത്തിന് മാതൃകളെ ആവശ്യമുണ്ട്. Our young people needs role models. നമ്മുടെ കൊച്ചു മക്കൾക്ക് മാതൃകളെ The ആവശ്യമുണ്ട്. church needs role models. സഭയ്ക്ക് മാതൃകളെ ആവശ്യമുണ്ട്. And heaven is asking, എന്നിട്ട് സ്വർഗം ചോദിക്കുകയാണ്, can the remnant rise up? തൻ്റെ ശേഷിപ്പിന് അതിനുമായിട്ട് ഉണരാമോ? Can we take up that responsibility? ആ ചുമതല നമുക്ക് ഏറ്റെടുക്കാം. To represent the Lord in everything that we do. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും കർത്താവിനെ പ്രതിനിധീകരിക്കും. Truly take up this responsibility to go after people, to nurture them. ആൾക്കാരെ പിന്തുടർന്ന് അവരെ വളർത്തിയെടുക്കാനുള്ള ആ ചുമതല ഏറ്റുവാങ്ങുക. Hallelujah. I want to encourage everyone to rise up to your feet even as we close.
ഞാൻ സഭയൊന്ന് ആവശ്യപ്പെട്ട് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് Oh, നിൽക്കാം. Shekabalarabashakaradia. There's such a thick presence of the Lord in this place right now. ദൈവ സാന്നിധ്യം ഈ അടുത്ത് നിറഞ്ഞ് കവിയുകയാണ്. പ്രാർത്ഥിച്ചാട്ടെ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു പ്രാർത്ഥിച്ചാട്ടെ. Yes, കർത്താവേ, thank you, Lord. Thank you for your presence. More than my words, Lord. More than the notes, Father. Your presence makes all the difference, Lord Jesus. Yes. Thank you, Lord, that you're raising up. കർത്താവേ, അങ്ങ് ഇവിടെ ഉയരുന്നതിനായി നന്ദി. To raise up others, Lord Jesus. ബാക്കിയുള്ളവരെ ഉയർത്തെഴുതിക്കാൻ വേണ്ടി. Thank you, Lord. You're calling us to be that 67th book of the Bible, Lord. ആ ദൈവവചനത്തിലെ 67ാമത്തെ പുസ്തകമായുള്ള വിളിക്കാൻ നന്ദി. The Lord says, none of you are insignificant. ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കും മുഖ്യതയില്ലാതല്ല. The Lord says, some of you lack the confidence to believe that you can be a role model to others. നിങ്ങൾക്കൊരു മാതൃകയാകാനുള്ള ധൈര്യം നിങ്ങൾ ചിലവർക്ക് ഇല്ലായിരിക്കാം. And I want to tell you, because Jesus died for you, He has put on a new garment of righteousness upon you. That is good enough for someone to walk and see how you live. എങ്ങനെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ച് ആ പുതിയ നീതിയുടെ അങ്കി നിങ്ങളുടെ മേൽ ഇട്ടതുകൊണ്ട് നിങ്ങൾ മതിയായവരാണ്. ഒരാളുടെ കൂടെ നടത്തി ഉയർത്തി. Awaken in our spirits. Awaken in our spirits, Lord Jesus, that need to influence the world, oh God. കർത്താവേ, ഞങ്ങളുടെ ആത്മാവിൽ ഈ ലോകത്തിനൊരു മാതൃകയാകാനുള്ള ആവശ്യത്തെ അങ്ങ് ഉയർത്തെഴുന്നേൽപ്പിക്കണമേ. Yes, Lord. പ്രാർത്ഥിച്ചാട്ടെ. Pray for that. Rekaba sunduroko shekere diandere. Give us that grace to influence. Sigala baraba sundoro baradiyara rababa. Give us your grace, Lord, in our workplace, in our colleges, schools, Lord, wherever you have planted us, to be an influence, Lord. സ്വാധീനിക്കുവാൻ ഉള്ളൊരു കൃപ കർത്താവ് ഇപ്പോൾ തന്നെ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. Not with material things, Lord, but with spiritual things, Lord Jesus. Oh, I sense the Lord saying that He's going to release the supernatural upon some of you. You're going to move in the supernatural in your offices. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലർ സൗഖ്യമാകും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതങ്ങൾ ഇളകും. അതിനായിട്ടൊരു അവിടെ ഒരു ലീഡർ ഇല്ലെങ്കിൽ പോലും നിങ്ങളെ ദൈവമാക്കിയിരിക്കുന്ന സ്ഥലങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ച് അസാധാരണമായ കാര്യങ്ങൾ സംഭവിപ്പിക്കുമെന്ന് ദൈവാത്മാവിനോട് പറയുന്നു. ഹല്ലേലൂയ. Give that grace, Lord, for the supernatural. Let the supernatural become so natural in our lives, Lord Jesus. Help us to move in power, signs and wonders. Giravastro gara gara bara gala rede Shigaramanastro gara vazigere diala baradiandere. Let this season be a season of the church moving in signs and wonders. ഈ കാലഘട്ടത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവസഭ കർത്താവേ അടയാളങ്ങളിൽ ചലിക്കുന്ന ഒരു കാലഘട്ടമായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Not just us as a church, but the church at large, Lord, the church in our nation, the church in the city, Lord. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും കർത്താവേ അങ്ങ് ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓഗോ സുബറഗറബറദിയാന്തരെ. I pray that over even the young people, Lord, in their colleges, in their schools, കർത്താവേ, I pray that they will set the standard. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നവരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. That the world won't set the standard for them, but they will set the standard for the world. Hallelujah. Shigaba shoko robo rodo role re mana de reba shakara balara bara bara bara. Yes, Lord, we receive that mantle. കർത്താവേ, ആ അങ്കി ഞങ്ങൾ സ്വീകരിക്കുന്നു. Receive that mantle, Lord. ആ മാന്റിൽ ഞങ്ങൾ സ്വീകരിക്കുന്ന To കർത്താവേ, be a role model, Father. ബാക്കിയുള്ളവർക്ക് ഒരു മാതൃകയാകാനുള്ളത്, To be real, Lord. സത്യമായിട്ടുള്ളവരാകാൻ, Shine for you, Lord Jesus. അങ്ങേക്ക് വേണ്ടി ജ്വലിക്കാൻ ക്രിസ്തു. കർത്താവേ, not to show off, but to shine for you, Lord. ബാക്കിയുടെ മുമ്പിൽ ആളാകാനല്ല, അങ്ങയുടെ പ്രതിച്ഛായ. So that the world will know there is a God that loves. ദൈവം ഈ ലോകത്തെ സ്നേഹിക്കുന്നുവെന്ന് ലോകം അറിയിച്ചക്ക So that the രീതിയിൽ world will know the God, this Lord will forgive. ഈ ദൈവം ക്ഷമിക്കുമെന്ന് ലോകം അറിയാൻ, So that the world will find hope in you and you alone, Jesus. അങ്ങയിൽ ഈ ലോകം അങ്ങയിൽ മാത്രം പ്രത്യാശ കണ്ടു. Lord, we pray that the remnant will rise up. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ ആ ശേഷിപ്പ് എഴുന്നേൽക്കട്ടെ. We will rise up. ഞങ്ങൾ എഴുന്നേൽക്കുന്നു. The church will rise up. സഭ എഴുന്നേൽക്കും. The church will not be idle. സഭ ചുമ്മാ ഇരിക്കില്ല. The church will take responsibility.
അവർ ചുമതല ഏറ്റെടുക്കും. And the church will rise up സഭ എഴുന്നേൽക്കും. to imitate you for the world, Lord. അങ്ങയുടെ പ്രതിച്ഛായ ഈ ലോകത്തിലായി ജീവിക്കാൻ In Jesus' precious name we pray. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ. Amen. Amen. ആമേൻ. Amen.